നമസ്കാരം. ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത് കുടുങ്ങിപ്പോയതിൻ്റെ ആശങ്കയും വേണമെങ്കിൽ ഭയവുമാണ് പുതിയ വീഡിയോയ്ക്ക് കാരണമെന്ന് പറയേണ്ടി വരും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എല്ലാവരും പിന്തുണയ്ക്കുന്ന വി.ഡി. സതീശന് പകരം രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞു എന്നതായിരുന്നു അറിയാവുന്നവരും അറിയാത്തവരുമായ നിരവധി പേരുടെ പരാതി. എനിക്കൊപ്പം ചർച്ചയിൽ ഷാനോസും കൂടി ചേരുന്നു. ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കേരളം മുഴുവൻ ആകാംക്ഷയിലാണ്. UDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചയിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒപ്പം കെ.സി. വേണുഗോപാലും സജീവമായിട്ടുണ്ട്. ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഷാനോസ്, എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പരിഗണനയിൽ രമേശ് ചെന്നിത്തലയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കാരണം എന്താണ്? ഷാനോസ്, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ തന്നെയാണ് നമ്മളെ അടുത്ത ഒരു വീഡിയോയിലേക്ക് നമ്മൾ നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ പേര് എന്തുകൊണ്ട് ഞാൻ ഉന്നയിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ സുഹൃത്തുക്കളുടെ ആണെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ആണെങ്കിലും മറ്റ് വീഡിയോ കണ്ട് അഭിപ്രായം പറയുന്ന ആളുകളുടെ ആണെങ്കിലും വിമർശകരുടെ ആണെങ്കിലും എന്തുകൊണ്ട് ഞാൻ രമേശ് ചെന്നിത്തലയുടെ പേര് ഉന്നയിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിനകത്ത് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് വർഗീയത എന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് BJP ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണല്ലോ, ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ BJP നാളെ കേരളം ഭരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മലയാളികളുടെ, അതായത് മതേതര മലയാളിയുടെ ഒരു ആശ്ചര്യമുണ്ട്. അവരുന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെ സംഭവിക്കാൻ പോവുകയാണോ, BJP ഭരിക്കാൻ പോവുകയാണോ എന്ന് പറയുന്ന ഒരു ബോധതലം. അപ്പം ഈ ചർച്ച കേൾക്കുന്ന ഏതൊരാൾക്കും ഈ പറയുന്ന ഒരു സാങ്കത്യം മനസ്സിലാകും. പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിനും ഈ പറയുന്ന നവോത്ഥാന കാലശേഷമുള്ള ഇടതുപക്ഷവും പിന്നെ ഈ പറഞ്ഞ കോൺഗ്രസും ഒക്കെ കൂടി ചേർന്ന് നിർമ്മിച്ചെടുത്താണ് ഇന്നത്തെ ഈ പുരോഗമന കേരളം എന്ന് പറയുന്നത്. അവിടെ BJP പോലെ ഒരു വർഗീയ പാർട്ടി കടന്നു കയറി രാഷ്ട്രീയം കൈയാളി ഭരണ നേതൃത്വം കൈയാളുമ്പോൾ എന്താണോ മതേതര മലയാളി ചിന്തിക്കുന്നത് അതേപോലെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരിസരം ഉണ്ടാക്കുകയാണ് കോൺഗ്രസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായി വി.ഡി. സതീശനും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പറയാൻ കാരണം ഇപ്പം ഈ പറയുന്ന ഈ BJPക്ക് നേതൃത്വം നൽകുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ മുഴുവൻ നയിക്കുന്ന RSS, അതിന് RSSനാൽ ഭരിക്കപ്പെടുന്ന ഒരു കേരളം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പൊളിറ്റിക്കൽ ഹിന്ദുത്വയാണ് RSS മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രമെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന മുസ്ലിം മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടം പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും പരോക്ഷമായി വരാൻ പോകുന്നു എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട അപകടം. അതായത് BJPക്ക് സമാനമായി, RSSന് സമാനമായി തന്നെ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ, അതായത് മുസ്ലിം ലീഗ് വഴി, അതായത് ഡയറക്റ്റ് ഓപ്പറേഷൻ അല്ല, അപ്പം RSS ചെയ്യുന്നത് പോലെയല്ല, സംഘപരിവാർ ചെയ്യുന്നത് പോലെ ഡയറക്റ്റ് ഓപ്പറേഷൻ അല്ല ഇതിനകത്ത്. അത് വളരെ നിഗൂഢമായ ഒരു പദ്ധതി എന്ന് വേണം നമുക്ക് കാണാൻ. അതായത് ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിൽ കൂടെ അവിടെ നിന്ന് കോൺഗ്രസിലേക്ക് കടന്നു കയറുന്ന ഒരു യാത്രാപഥമാണ് ജമാഅത്ത് ഇസ്ലാമി ഇവിടെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജമാഅത്ത് ഇസ്ലാമി പറയുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകുന്ന ഒരു കാലം എന്ന് പറയുന്നത് RSS ഭരിക്കുന്ന കേരളം പോലെ തന്നെ വേറെ തരത്തിലാണ് കാണാൻ കഴിയുന്നത്. അതായത് ഒന്ന് പൊളിറ്റിക്കൽ ഹിന്ദുത്വമാണെങ്കിൽ ഒന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഇത് രണ്ടും മതരാഷ്ട്രവാദത്തിൽ ഊന്നിയുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് വി.ഡി. സതീശന് പകരമായി രമേശ് ചെന്നിത്തലയുടെ പേര് ഒരു മതേതര മുഖച്ഛായയുള്ള, ഏതെങ്കിലും തരത്തിൽ വർഗീയ ശക്തികളോട് കൂട്ടുപിടിക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ എല്ലാവരെയും തുല്യരായി പരിഗണിക്കുന്ന, ആർക്കും അങ്ങനെ അധികം വഴങ്ങി കൊടുക്കാത്ത ഒരാളെന്ന നിലയ്ക്കാണ് ഞാൻ രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞത്. അല്ലാതെ രമേശ് ചെന്നിത്തലയോട് എന്തെങ്കിലും പ്രത്യേകമായ ഇഷ്ടമുണ്ടായിട്ടല്ല. രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ഞാൻ പുലർത്തുന്ന ഐഡിയോളജിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടുമല്ല. പക്ഷെ നാളെ UDF ഭരിക്കുന്ന ഒരു ഉറപ്പൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഈ ചർച്ച സാങ്കല്പികമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ അങ്ങനൊരു ഭരണക്രമം വന്നാൽ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല എന്ന പേരിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. അല്ലാതെ മറ്റൊരു പേര് പറയുക എന്ന് പറയുന്നത് അത് ഞാൻ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കേരളം എന്ന് പറയുന്നത് ചിലപ്പോൾ വരുന്ന 5 വർഷക്കാലം അപകടം ഉണ്ടായിരിക്കത്തില്ല. അപകടം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നുമില്ല. വിദൂര ഭാവിയിൽ അധികമൊന്നും പോകണ്ട. വരുന്ന 10 വർഷക്കാലം കൊണ്ട് തന്നെ
ഈ പറയുന്ന മത സാമുദായിക ധ്രുവീകരണം അതിശക്തമായി കേരളത്തിലെ മണ്ണിൽ ഉണ്ടാവുകയും ഇരുചേരിയായ മനുഷ്യന്മാർ വിഘടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കേരളത്തിൽ കാണേണ്ടി വരുമെന്നുള്ളതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. അതാണ് ഞാൻ രമേശ് ചെന്നിത്തല എന്നുള്ള പേരിലേക്ക് പോയതിന് കാരണം. രമേശ് ചെന്നിത്തല വി ഡി സതീശനല്ല രമേശ് ചെന്നിത്തല. കാരണം ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ കൗൺസിലോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറോ പറയുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം മതരാഷ്ട്രവാദമൊന്നും ഇല്ലാത്ത ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ല എന്ന് സതീശൻ നേരത്തെ കാലേകൂട്ടി തന്നെ പറയുന്നത് കാരണം എന്താണ്? കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ പിന്തുണ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത് മുസ്ലിം ലീഗ് വഴി, മുസ്ലിം ലീഗിന്റെ നേരത്തെയുള്ള രാഷ്ട്രീയം, ഇപ്പം 10 വർഷം മുമ്പ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമല്ല ഇപ്പോൾ ഉള്ളത്. നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ മതമാണ് പ്രശ്നമെന്ന് പറയുന്ന KM ഷാജി നമ്മൾ കേരളം മുഴുവൻ കേട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ മതപരമായി വിഘടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമല്ല കേരളം. അവിടെ ഈ മതേതര ഘടനയ്ക്ക് മുഴുവൻ മുറിവേൽപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സംസ്ഥാന ഭരണകൂടം വരിക എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ അനുഭവിച്ച കേരളത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് കേരളത്തെ നിർമ്മിക്കും എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതുകൊണ്ടാണ് ഇതിനെയൊന്നും പരിക്കേൽപ്പിക്കാത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം. UDF ഭരണത്തിൽ വന്നാൽ ഉണ്ടാവണമെങ്കിൽ രമേശ് ചെന്നിത്തല ഭരണം എന്ന് പറയുന്ന പോയിന്റ് അത് മാത്രമാണ്. ഷാനോസ്, ഈ പറഞ്ഞ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് വളരെ സജീവമായിട്ട് വി ഡി സതീശന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നത്? ഈ രമേശ് ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ KC വേണുഗോപാലിനോ കിട്ടാത്ത ഒരു പിന്തുണ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് വി ഡി സതീശന് നൽകുന്നത്? അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഒന്നീ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പിന്തുണയിൽ തുടങ്ങി ഈ മുസ്ലിം ലീഗിന്റെ പിന്തുണ എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. അതായത് ഇപ്പം ഞാനിപ്പോൾ ലഭ്യമായ വിവരങ്ങൾ, നമ്മൾക്ക് ലഭ്യമായ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും വിവരങ്ങൾ എടുക്കുമ്പോൾ കിട്ടുന്നൊരു മറുപടി എന്ന് പറയുന്നത് ജയിച്ചു വരുന്ന മത്സരിക്കുന്ന MLA മത്സരിക്കുന്ന ആളുകൾ, സ്ഥാനാർത്ഥികളിൽ പോലും വി ഡി സതീശന് അനുകൂലമായി കൈവെക്കുന്ന ആളുകളില്ല എന്നുള്ളതൊരു വസ്തുതയെ തന്നെ നിലനിൽക്കുകയാണ്. ജയിച്ചു വരുന്നവരുടെ കണക്ക് ഒരു ഏതാണ്ടൊരു കണക്കെടുത്താൽ ആ കണക്കിൽ പോലും 2 അക്കം കടക്കാൻ വി ഡി സതീശന് കഴിയത്തില്ലെന്നുള്ളതാണ് ലഭ്യമായ വിവരങ്ങൾ. അതായത് 8 or 9 MLA മാർ, ഇപ്പം എറണാകുളത്ത് മുഹമ്മദ് ഷിയാസിനെ, ഇപ്പം DCC പ്രസിഡന്റുള്ള അവിടെ കൊച്ചിയിൽ മത്സരിച്ച മുഹമ്മദ് ഷിയാസിനെ പോലെയുള്ള അത്രയ്ക്ക് കറതീർന്ന വി ഡി സതീശൻ ഭക്തർ മാത്രമേ വി ഡി സതീശനൊപ്പം ഉണ്ടാകത്തുള്ളൂ. അതായത് ജയിച്ചു വരുന്ന കോൺഗ്രസ് MLA മാരുടെ സിംഹഭാഗവും കൈയടക്കാൻ വി ഡി സതീശന് കഴിയത്തില്ല എന്നുള്ള തിരിച്ചറിവാണ്, മുൻകൂട്ടിയുള്ള കാണലാണ് മുസ്ലിം ലീഗിനെ നേരത്തെ തന്നെ കാലകൂടി തന്നെ വി ഡി സതീശന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് പരസ്യമായി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപകടകരമായ രാഷ്ട്രീയമാണ് അവിടെയും പിൻപറ്റുന്നത്. പക്ഷേ മുസ്ലിം ലീഗ് വളരെ ബോധപൂർവം തന്നെ ഇത് മുന്നോട്ട് വെക്കുന്നത്. കാരണം അവർക്കറിയാം ഇത്തവണത്തെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് മേൽക്കൈ നേടാനായത് KC വേണുഗോപാലിനാണ്. അതായത് മത്സരിച്ചവരിലേറെയും അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വിജയിച്ചവരിലേറെയും നിലകൊള്ളുന്നത് ഒന്നുകിൽ KC വേണുഗോപാലിനൊപ്പമോ അല്ലെങ്കിൽ രഹസ്യമായി ചെന്നിത്തലയ്ക്കൊപ്പമോ ആണ്. അപ്പോൾ ചർച്ചയിൽ അത് നമ്മൾ നിഴലിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിനെ അപ്രസക്തനാക്കിക്കൊണ്ട് സതീശനെ പ്രതിഷ്ഠിക്കുക, അവതരിപ്പിക്കുക എന്നുള്ളതല്ല, സതീശനെ പ്രതിഷ്ഠിക്കുക എന്നുള്ള കർമ്മമാണ് മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കേരളത്തിൽ കാണുന്ന ഫ്ലെക്സുകളൊക്കെ അതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. നാടിനെ നയിക്കാൻ പടം നയിച്ച വി ഡി സതീശൻ നാടിനെ നയിക്കുന്നൊക്കെ. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തുടങ്ങിയ പ്രചാരണം വോട്ടെടുപ്പിന് ശേഷം ആണ് കൂടുതൽ ശക്തി ആർജിക്കുന്നത്. ഇപ്പൊ ഇവിടെ മാത്രമല്ല, ഇപ്പൊ ഇന്നത്തെ കാഴ്ച മാത്രമാണ് കണ്ണൂരും അല്ലെങ്കിൽ ഈ പറയുന്ന തൊടുപുഴയിലും പിന്നെ വേറൊന്നിരുടെ സ്ഥലങ്ങളിലും ഫ്ലെക്സ് ബോർഡ് ഉയർന്നുള്ളത്. ഇത് വലിയ തോതിൽ നേരത്തെ മുതൽ സതീശൻ വി ഡി സതീശൻ എന്നുള്ള പേര് പ്രചാരം നേടി. എപ്പോൾ മുതൽ? വോട്ടെടുപ്പിന് മുമ്പ് തുടങ്ങി അവസാനം വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ അത് കൂടുതൽ ആർജവത്തോടെ മുമ്പോട്ട് വന്നതേ ഉള്ളൂ. അതിന് നേതൃത്വം നൽകിയത് മുസ്ലിം ലീഗ് ആണെന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഒന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ 1 മാസം മുമ്പുള്ള മീഡിയ വണ്ണിന്റെ ചർച്ചകൾ എടുത്തു നോക്കണം. മീഡിയ വണ്ണിന്റെ ചർച്ചകൾ പലപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുള്ളത് വി ഡി സതീശനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന നാവുകളാണെന്ന് പറയാൻ വേണ്ടി പിന്നീട് ചർച്ചകളൊക്കെ പലരിലേക്കും പോയിട്ടുണ്ടെങ്കിലും അവർ ആത്യന്തികമായി ഫോക്കസ് ചെയ്തത് വി ഡി സതീശൻ എന്ന് പറയുന്ന ആളിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ അവതരിപ്പിക്കുക എന്നുള്ള കർത്തവ്യം ആദ്യം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങൾ വഴി നടപ്പാക്കിയെടുത്തു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിലൂടെ വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്
പ്രതിഷ്ഠിക്കുന്ന കർമ്മമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷ്ഠയോടൊപ്പം തന്നെ 5ാം മന്ത്രിസ്ഥാനം ഇപ്പം സജീവ ചർച്ചയാണ്. അതെ, അപ്പം ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പം 5ാം മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഡെപ്യൂട്ടി CM അതെ. ഈ നിലയ്ക്കാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അപ്പം അവർക്ക് അവരുടേതായ കാര്യം കൃത്യമായി നോക്കാൻ കഴിയും. ഒപ്പം അവർ പറയുമ്പോൾ ചലിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടുക എന്നുള്ളതും കൂടി അവരുടെ ആഗ്രഹമാണ്. ആത്യന്തികമായി ആരുടെ ആഗ്രഹം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആഗ്രഹമാണ് ആത്യന്തികമായി നടപ്പാകാൻ പോകുന്നത്. അത് സൃഷ്ടിക്കാൻ പോകുന്നത് വേറൊരു സൊസൈറ്റി ആണെന്നുള്ളതാണ് എൻ്റെ വാദം. അതുകൊണ്ടാണ് ഞാൻ രമേശ് ചെന്നിത്തല എന്നുള്ള പേര് ആവർത്തിക്കുന്നത്. രമേശ് ചെന്നിത്തല സജീവമായി പരിഗണിക്കാൻ മറ്റെന്തൊക്കെ ഘടകങ്ങളാണ് ഷാനവാസ് മുന്നോട്ട് വെക്കുന്നത്? രമേശ് ചെന്നിത്തല പരിഗണിക്കാനാണെങ്കിൽ ഒട്ടനവധി ഘടകങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. അത് ഒരു പക്ഷേക്കൊന്നു ഈ കോൺഗ്രസ്സുകാർ തന്നെ അങ്ങ് തമസ്കരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം സതീശൻ പറയുന്നത് ഗാലക്സി ലീഡർഷിപ്പ് എന്നാണ് കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത്. ഈ ഗാലക്സി ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ കേരളത്തിൽ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഇടയ്ക്ക് എം.എൻ. ഏതോ ചർച്ചയിൽ പറഞ്ഞ പോലെ ഏത് ജില്ലയിൽ വാഹനാപകടം നടന്നാലും ഒരു KPCC ജനറൽ സെക്രട്ടറി കാണും എന്ന് പറഞ്ഞതുപോലെ ട്രോളാക്കി പറഞ്ഞതാണ്. അത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിപുലമായ സംഘടനാ നേതൃത്വമാണ് KPCCയെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ആ നേതൃത്വം എന്ന് പറയുന്നത് അവർക്ക് അറിയാവുന്ന ചരിത്രമാണ് രമേശ് ചെന്നിത്തലയുടേത്. പക്ഷെ അവർ അത് തമസ്കരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അല്ലാതെ വേറെ ഒരാളുടെയും വാക്കിന്റെ പിൻബലത്തിലല്ല, എനിക്ക് തോന്നിയതിന്റെ പശ്ചാത്തലത്തിലാണ്. അതായത് KSUവിന്റെ സംസ്ഥാന ഭാരവാഹി ആയിരുന്നല്ലോ, NSUവിന്റെ സംസ്ഥാന ഭാരവാഹി ആയിരുന്നല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഭാരവാഹി ആയിരുന്നല്ലോ. അപ്പം ഈ 3 നേതൃപദവി, പിന്നെ മന്ത്രിസ്ഥാനം, വർക്കിംഗ് കമ്മിറ്റി അംഗം, അങ്ങനെ പറയാനുണ്ട്. പക്ഷേ ഉദാഹരണത്തിന് ഇപ്പൊ നരസിംഹറാവുവിന്റെ കാലത്ത് ദേശീയ ജനറൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറുമ്പോൾ അർഹിക്കുന്ന ഒരു പരിഗണന രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയില്ല എന്നാണ് എൻ്റെ മറുപടി. കാരണം അർഹിക്കുന്ന പരിഗണന ആ സമയത്ത് കിട്ടില്ല. അതിന് കാരണം എന്താണ്? അതിന് കാരണമായി നരസിംഹറാവും കൂട്ടരും കരുതി എന്താണ്? രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധി കുടുംബത്തിന്റെ മാനസപുത്രൻ എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് അന്ന് തഴയപ്പെട്ടത്. അപ്പൊ അങ്ങനെ തഴയപ്പെട്ട ഒരാളാണ് രമേശ് ചെന്നിത്തല. പിന്നീട് കേരളത്തിൽ KPCC പ്രസിഡന്റ് ആയിരുന്നു. കേരളത്തിൽ KPCC പ്രസിഡന്റ് ആയ സമയത്ത് കഴിഞ്ഞ ദിവസം ഷാലു തന്നെ പറഞ്ഞാണ് അതിശക്തമായി സംഘടന വളർത്തിക്കൊണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ അന്ന് വിട്ടുപോയത്, DIC വിട്ടാത്തൊരു കാലഘട്ടം ഉണ്ടല്ലോ, കരുണാകരൻ. കേരളത്തിൽ കോൺഗ്രസിന്റെ എല്ലാമായിരുന്ന കരുണാകരൻ കോൺഗ്രസ് പാർട്ടി വിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കുന്ന കാലത്ത് ഈ പാർട്ടിയെ നയിച്ച കോൺഗ്രസ് പാർട്ടിയെ നയിച്ച ഒരാളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. ഈ പാർട്ടിക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കാതെ നോക്കുന്നതിനകത്ത്, DICക്ക് തടയിടുന്നതിനകത്ത്, പിന്നീട് അവരെ കൊണ്ടുവരുന്നതിനകത്തൊക്കെ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരാളാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ രമേശ് ചെന്നിത്തല അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നീട് ആഭ്യന്തരമന്ത്രിയായി ഈ പറയുന്ന 10 വർഷം മുമ്പുള്ള മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അതിനുശേഷവും ഏൽപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ, അതായത് AICC നേതൃത്വം ചുമതല ഏൽപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോയി ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ NSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ദേശീയ അധ്യക്ഷ പദവികളിൽ, അല്ലെങ്കിൽ ദേശീയ നേതൃസ്ഥാനങ്ങളിൽ ഇരുന്നതിൻ്റെ പ്രവൃത്തി പരിചയം. അതായത് ഈ കാണുന്ന രാജ്യത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുമായും നേരിട്ട് ബന്ധമുള്ള ആളാണ് ചെന്നിത്തല. KC വേണുഗോപാലിനോരോ അത്രയും ബന്ധമില്ല. കാരണം അവരാണല്ലോ അന്നത്തെ കാലത്തെ യൂത്ത് കോൺഗ്രസിന്റെ ആളിപ്പോ മമതാ ബാനർജി ആയിക്കോട്ടെ. അപ്പം നിങ്ങൾ പലരെയും പരിശോധിച്ച് നോക്കുക. ഇവരെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് ആത്യന്തികമായി എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതാക്കന്മാരുമായി ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ചിലപ്പം പലരും BJP പോയിട്ടുണ്ട്, വേറെ കാര്യം. പക്ഷെ അവരായിട്ട് പോലും നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തലയെ ഈ കഴിഞ്ഞ 5 വർഷത്തിന്റെ കണക്ക് മാത്രം പറഞ്ഞ് അകറ്റി നിർത്തുന്നതിന്റെ നീതികേടാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഇത് ആര് പറഞ്ഞാലും ആ നിലപാടിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോകത്തില്ല. കാരണം കഴിഞ്ഞൊരു 5 വർഷം ഈ പാർട്ടിയെ VD സതീശൻ ഈ പാർട്ടിയെ നയിച്ചു, അല്ലെങ്കിൽ മുന്നണിയെ നയിച്ചു, അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിരുന്നു എന്നുള്ളത് കൊണ്ട് അതിന് മുൻപ് ഉള്ള രമേശ് ചെന്നിത്തല നിലവിൽ നിയമസഭാംഗമാണ്, ഹരിപ്പാടെന്നുള്ള ആളാണ്. അല്ല, രമേശ് ചെന്നിത്തല ഇവിടുന്ന് മാറി നിന്നിട്ടില്ല, ഇത് ലീഡർഷിപ്പിന്റെ ഭാഗമാണ്, സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളെ ഒരു സതീശനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതും ക്ഷിപ്രകോപിയായിട്ടുള്ള, ഇപ്പോഴും ഒരു കാര്യങ്ങളെ സമാസമം കൊണ്ടുപോകാൻ ശേഷിയില്ലാത്ത, മാധ്യമങ്ങളോട് പ്രകോപനം കാണിക്കുന്ന, അല്ലെങ്കിൽ തന്നെ എതിർത്ത് സംസാരിക്കുന്ന എല്ലാ മനുഷ്യരെയും അകറ്റാൻ മാത്രം അറിയാവുന്ന VD സതീശനേക്കാൾ എന്തുകൊണ്ടും യോഗ്യൻ, എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന രമേശ് ചെന്നിത്തലയ്ക്കാണ് ഇത്തരം പദവികൾ. ഇതൊരു ചെറിയ പദവിയല്ല.
മുഖ്യമന്ത്രി പദവി, പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയെക്കുറിച്ച് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പദവി എന്നാൽ എന്താണെന്നുള്ളത് ഒരു 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 ദിശ മനുഷ്യർക്ക് ഒരു ദിശാബോധം നൽകിയിട്ടുണ്ട് പിണറായി വിജയൻ. എന്ന് പറഞ്ഞാൽ ആ പദവിയുടെ അന്തസ്സത്തെ കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയെ പോലൊരാൾ വരുന്നതാണ് കോൺഗ്രസ് പാർട്ടിക്കും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അഭികാമ്യം. അതും അധികാരത്തിൽ വന്നാൽ. അതാണ് എൻ്റെ ഉത്തരം. ഷനസ്, നമ്മൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുമ്പോൾ ഏകദേശം 40 മണിക്കൂർ മാത്രമാണ് ഫലം വരാനായിട്ട് ഇനിയുള്ളത്. കേരളം വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF ഏറെക്കുറെ അനുകൂലമാണ്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാവാനായിട്ട് സാധ്യതയുണ്ട്? ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ UDF അനുകൂലമാകുമോ? ഷാലുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു കഴിഞ്ഞു, വന്നുകൊണ്ടിരിക്കുന്നു. ഭൂരിഭാഗവും 99% എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചനം എന്ന് പറയുന്നത് UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ്. പക്ഷെ അവിടുത്തെ പ്രശ്നം 70 മുതൽ എന്നുള്ള കണക്കാണ്. 80 മുതൽ 90 എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു നമുക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാം. അതേസമയം തന്നെ LDF കണക്ക് നോക്കുമ്പോൾ അറൗണ്ട് 60 അല്ല 60 to 65, ചിലത് 65 to 69 വരെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 69, 70, 71 കേവല ഭൂരിപക്ഷം. അടുത്തേക്ക് എത്തുന്ന തരത്തിൽ LDF മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ 70 മുതൽ അങ്ങോട്ടാണ് കോൺഗ്രസിന് പറയുന്നത്. അത് ആത്യന്തികമായി ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ടൈറ്റ് ഫൈറ്റ് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് ഈ പറഞ്ഞ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയായിരുന്നുവെങ്കിൽ ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടായി 90%-ലേറെ സീറ്റ് നേടി, അല്ലെങ്കിൽ ഈ VD സതീശൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ആവർത്തിച്ചതുപോലെ 100 സീറ്റിന് അപ്പുറത്തേക്ക് കടന്നു പോകുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറണം. അങ്ങനെയാണെങ്കിലൊക്കെ അത് ഭയങ്കരമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ്. പക്ഷേ നിലവിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന ഒന്നും തന്നെ കാണുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല LDF. പക്ഷേ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, പല മന്ത്രിമാരുടെയും മണ്ഡലങ്ങളിൽ ടൈറ്റ് മത്സരമായിരുന്നു എന്ന് പാർട്ടി തന്നെ വിലയിരുത്തി. അതിൽ സംശയമില്ല. ഇപ്പം കളമശ്ശേരിയിൽ P. രാജീവന്റെ മണ്ഡലമായിക്കോട്ടെ, തൃത്താലയിൽ MP രാജേഷിന്റെ മണ്ഡലമായിക്കോട്ടെ, അവിടെ ടൈറ്റ് ഫൈറ്റ് ആണ്. അതിനകത്ത് CPM തർക്കം പറയുന്നില്ല. പക്ഷെ അവിടെ ജയസാധ്യത കൽപ്പിക്കുന്നുണ്ട്. ടൈറ്റ് ഫൈറ്റ് ആണ്. അങ്ങനെ ടൈറ്റ് ഫൈറ്റ് പറയുന്ന 10-20 മണ്ഡലങ്ങളല്ല നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. ഈ 10-20 മണ്ഡലങ്ങളുടെ ഫലം നേരെ തിരിച്ചാണെങ്കിലോ? അതെ, ഈ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന 10-20 മണ്ഡലങ്ങളിലെ ഫലം ഈ പറയുന്ന ചെറിയ മാർജിനിൽ LDF-ലേക്കാണെങ്കിലോ? ഉദാഹരണത്തിന് വോട്ടിംഗ് ശതമാനം, കിട്ടിയ വോട്ടിന്റെ ശതമാനത്തിൽ കോൺഗ്രസിന് മുന്നിൽ പോവുകയും കിട്ടിയ സീറ്റുകളുടെ എണ്ണത്തിൽ ഇടതുപക്ഷം മുന്നിൽ പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാലോ? അതായത് ജനവികാരം കോൺഗ്രസിനൊപ്പമാണെന്ന് തോന്നുന്ന വിധത്തിൽ ഇത് ശതമാന കണക്ക് കൂടുന്നു, വോട്ടിംഗ് ശതമാനം. അതേസമയം കിട്ടിയ സീറ്റുകളുടെ എണ്ണത്തിൽ CPM കൂടുതൽ വരുന്നു. അതായത് ഒരു 73-ഓ 77-ഓ 75-ഓ ഒക്കെ വരുന്നൊരു കണക്കിലേക്ക് CPM വരും. അപ്പോൾ ഭരണ CPM കിട്ടിയില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊരു കടുപ്പം പിടിച്ച ചോദ്യമാണ്. അതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് ഭരണം UDF കിട്ടിയാൽ എന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ചർച്ച നടത്തിയത്. ആ ചർച്ചയിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, അല്ലെങ്കിൽ അത് ആവർത്തിക്കുകയാണ്. കേരളത്തിൻ്റെ മതേതര ഘടനയ്ക്ക് ഒരു പരുക്കേൽക്കാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഞാനതിനെ സമർപ്പിക്കുകയാണ്, പരുക്കേൽക്കാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം തീവ്ര ഹിന്ദുത്വ ശക്തികൾ ഭരിക്കുന്ന രാജ്യത്തെ ഫാസിസ്റ്റ് നയങ്ങളോട് പോരാടുന്നതാണ് കോൺഗ്രസിൻ്റെ നയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നയം എന്ന് പറയുന്നത്. അപ്പോൾ നേരെ തിരിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇടം നൽകുന്ന ഒരു ഭരണകൂടം ഉണ്ടായി വരിക എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൻ്റെ മതേതര ഘടനയ്ക്ക് അതിശക്തമായ പോറലേൽപ്പിക്കുന്ന, നമ്മളുടെ സ്വൈര്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറുമെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. അതുകൊണ്ടാണ് VD സതീശൻ എന്ന പേരിന് പകരം ഞാൻ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പേരിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക, സാംസ്കാരിക, സാമുദായിക ഘടനയ്ക്ക് അനുപേക്ഷണീയമായ ഒന്നെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏത്? UDF വന്നാൽ. അല്ലാത്ത പക്ഷം LDF വന്നാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലത്തിനായുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ ആത്മവിശ്വാസത്തിലാണ് UDF കേന്ദ്രങ്ങൾ. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നത്തെ ചിന്താവിഷയം ഇവിടെ പൂർത്തിയാവുന്നു. നമസ്കാരം.